ഫെബ്രുവരി 13 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. ബുദ്ധിയും സുബോധവും എന്ന തലക്കെട്ടോടുകൂടി ആസ്വൽ സീസറിലെ ബില്ല് പറഞ്ഞ ഭാഗമാണ്. പലപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുമ്പോൾ ഈ പ്രോഗ്രാം എന്താണ് എന്നൊക്കെ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി മദ്യം പ്രശ്നമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയും ഒരു ധാർമ്മിക ജീവിയുടെ ജീവിതം ഞാൻ നയിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുകയും മദ്യമില്ലാത്ത സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന പഴമക്കാരായിട്ടൊക്കെ വിഷയമൊക്കെ അവതരിപ്പിച്ചിരുന്ന ആൾക്കാരെക്കാളൊക്കെ അത്യാവശ്യം അറിവൊക്കെ എനിക്കുണ്ട്. പല കാര്യങ്ങളും അവർ പറയണതൊന്നും ശരിയായ രീതിയിലല്ല. അപ്പോൾ പിന്നെ ഞാൻ ഇവരെയൊക്കെ കേട്ട് നടക്കേണ്ട കാര്യം എന്താ? കുടിക്കാതിരുന്നാൽ പോരെ എന്നുള്ള ആ ഒരു ചിന്ത വളരെ പണ്ട് മുതൽ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിലെത്തിയ ഓരോ മനുഷ്യരും അവർ പഴമക്കാരെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നു ചിരിച്ചുകൊണ്ട്. ഞങ്ങളും അത്തരം ഒരവസ്ഥയിലൂടെ കടന്നു പോയതാണ്. ഭൗതികമായ സ്വയം പര്യാപ്തത ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനായിട്ടുണ്ടായിരുന്നു എന്ന് കരുതുകയും പലപ്പോഴും അത്തരം സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ പ്രവർത്തനം അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ അല്ലെങ്കിൽ കുടിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആ ശ്രമങ്ങളുടെ ഫലമായിട്ട് മദ്യത്തിന് മുന്നിൽ പരാജിതനാണ് എന്ന് സമ്മതിച്ചിട്ടും വീണ്ടും മദ്യത്തിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൻ്റെ ആശയങ്ങളെ തൻ്റേതായ രീതിയിൽ നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തി പരാജയപ്പെടുന്നുണ്ട് ഒരു മദ്യാസക്തൻ എന്നത് അയാൾ മാത്രം തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം അത്രയൊക്കെ ഭൗതികമായി സ്വയം പര്യാപ്തത ഉണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ ബുദ്ധിശക്തി കൊണ്ട് തനിക്ക് ദോഷകരമായിരിക്കാവുന്ന ആ മദ്യാസക്തി അല്ലെങ്കിൽ മദ്യപാന പ്രശ്നത്തെ മാറ്റി നിർത്താനായിട്ട് കഴിയുമായിരുന്നു. ആ കെമിക്കലിന് മുന്നിൽ പരാജിതനായി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വേഷം കെട്ടുകാരനായിട്ടൊന്നും ഒരു മദ്യാസക്തിന് മാറേണ്ട കാര്യമില്ലായിരുന്നു എന്നതാണ് വാസ്തവം. നിസ്സാരമായ ഒരു കെമിക്കൽ തിരിച്ച് നമ്മളൊന്നും ചെയ്യാതെ കുടിക്കണമെന്ന് നിർബന്ധമായി നമ്മളെ കുടിപ്പിച്ചതല്ല, വായിലാരും തൊണ്ടക്കുഴിയിൽ ഒഴിച്ചതല്ല, നമ്മളെടുത്ത് കുടിച്ചതാണ്. അപ്പം അത്തരം ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ മദ്യം കൊണ്ട് യാതൊരു തരത്തിലും നമുക്ക് ഗുണമുണ്ടാവുന്നില്ല എന്നറിഞ്ഞിട്ടും നമുക്ക് ഏറ്റവും അധികം ഭീഷണിയാണ് എന്നറിഞ്ഞിട്ടും അതിനെ പ്രതിരോധിക്കാൻ പോലും പറ്റാതിരിക്കുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ബുദ്ധിശക്തിയെല്ലാം ആ സ്വയം പര്യാപ്തതയുടെ ആ കാര്യം ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ നമ്മൾ മാറ്റി വെക്കണം. നമുക്ക് എപ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കീഴ്പ്പെടുക എന്നത് നമുക്ക് പറ്റില്ല. എവിടെയും നമ്മുടെ ആ ഒരു ഈഗോ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്തിനധികം നമുക്കൊരു ആശയങ്ങൾ നമുക്ക് മനസ്സിലായി ഏലുന്നുണ്ടെങ്കിൽ ആ ആശയം ശരിയാണെന്ന് സ്ഥാപിക്കാൻ അത് ഏതറ്റം വരെയും പോകും. അത്തരം ആളുകളുമായിട്ട് മാത്രം യോജിച്ച് നിൽക്കുന്ന ആളുകളാണ് നമ്മളെ എതിർക്കുന്ന, പുതിയ രീതിയിൽ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന, പുതിയ രീതിയിൽ ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്ന. അതൊന്നും നമുക്ക് പറ്റില്ല. നമ്മളെങ്ങനെ അവരെ പകുതി കേട്ട് കഴിഞ്ഞാലും നമുക്ക് ഉടനെ അവരെ എതിർക്കാൻ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കണം. അവർ തെറ്റാണെന്ന് സ്ഥാപിക്കാനുള്ള നമ്മുടെ ത്വരയാണ്. അവർ തെറ്റാണെന്ന് അവർ സ്ഥാപിച്ചോന്നല്ല, പക്ഷെ നമുക്കൊരാശ്വാസം കിട്ടാൻ നമ്മളുമായി യോജിക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് അത്തരം ആശയങ്ങൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ്. കാരണം നമ്മുടെ ബുദ്ധിശക്തി അൾട്ടിമേറ്റ് ശരികളാണ് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഷെയറിങ്ങിൽ പോലും നമ്മൾ നോക്കിയാൽ മതി, നമ്മൾ തന്നെ എത്രയോ തവണ നമ്മുടെ ബുദ്ധിശക്തി മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടമാക്കാം. ഈ ലോകത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളും കുറേ ആളുകളെ കാര്യങ്ങൾ പഠിപ്പിക്കാം. ആളുകൾക്ക് പ്രയോജനപ്രദമായി മാറുക എന്നാൽ ആളുകളെ പഠിപ്പിക്കലാണ് എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് എൻ്റെ ഷെയറിങ്ങിലൂടെ ആളുകളെ ഉത്ബുദ്ധരാക്കിയിട്ട് ആൾക്കാരെ ഇങ്ങോട്ട് മാറ്റിക്കളയാം എന്നൊക്കെ ഉള്ളത് ഈ ഭൗതിക സ്വയം പര്യാപ്തതയുടെ ഉദാത്തമായ ചിന്തയായിരുന്നു എന്നാണ്. ഒരു ബലം ഉണ്ടായില്ല എന്നല്ല, കടുത്ത കൂടുതൽ വെറുപ്പുകളും കൂടുതൽ ആളുകൾക്ക് വെറുപ്പിക്കലുകളും നമ്മൾ സ്വയം ഉണ്ടാക്കുകയാണ്. പ്രയോജനപ്രദമാവുക പോയിട്ട് നമുക്ക് ഉപകാരമില്ല, അവർക്ക് ഉപകാരമില്ലാതെ പോകുന്ന കുറേ കാര്യങ്ങൾ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർക്ക് പിന്നെ എങ്ങനെ സാധിക്കും? അവിടെയാണ് ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട് സമീപിക്കുക. ഇന്ന് കുടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ചില നടപടിക്രമങ്ങൾ കുടിക്കാതിരിക്കുമ്പോൾ എടുക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ ഈ വലിയ ബുദ്ധിശക്തി വലിയ അറിവൊക്കെ വെച്ചുകൊണ്ട് ഈ ലോകത്തെയൊക്കെ നേരിട്ടുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന പരിപാടി നടന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. വളരെ സിമ്പിളായിട്ട് ജീവിതത്തെ കാണുക. എന്തൊക്കെയാണ് നിനക്ക് കുഴപ്പങ്ങൾ ഉണ്ടാവുന്നു അതൊക്കെ അംഗീകരിക്കുക. എന്തിനും മാറ്റാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുക. ഒന്നിനും പെർഫെക്റ്റ് ആവാനുള്ള ശ്രമമൊക്കെ മാറ്റുക. വലിയ ഭൗതികമായ ചാടയൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സാധാരണക്കാരുടെ പോലെ തിരിച്ചു വാ. ആ രീതിയിൽ ജീവിതത്തെ കാണാൻ പറ്റുക പറഞ്ഞു. അത് വളരെ രസമായിരുന്നു. വളരെ ലളിതമായിട്ട് ഓരോ കാര്യങ്ങളെയും സമീപിക്കുക എന്നുള്ള. കുടിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? മറ്റുള്ള ആളുകളുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ,
അവിടങ്ങളിലുള്ള സംസാരം, ആളുകളോട് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ എന്തോ ഉയർന്നു നിൽക്കുന്നു, മറ്റുള്ളവർ കുറഞ്ഞു നിൽക്കുന്നു, അതൊക്കെ മാറ്റി സംസാരിക്കാൻ തുടങ്ങി. സാധാരണക്കാരുടെ ഭാഷയിലേക്ക് സംസാരിക്കാൻ പറ്റുക, സാധാരണക്കാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഞാൻ അവരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് കാണിക്കാനുള്ള ഭ്രമമൊക്കെ ഉപേക്ഷിച്ചോളാൻ പറഞ്ഞു എന്നോട്. അല്ലാതെ വിഷമവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കുന്ന രീതിയിൽ ആ ചർച്ചയിൽ വർത്തമാനം പറയുന്നതിന് പകരം ഒരു പരിചയമില്ലാത്ത ചായക്കടകളിലും അല്ലെങ്കിൽ അവിടങ്ങളിലൊക്കെ ചെന്നിരുന്നുകൊണ്ട് അവർ സംസാരിക്കുന്ന കാര്യങ്ങളെ കേട്ടിരിക്കാനും ചിരിച്ചുകൊണ്ട്, അവിടെ പറയുന്ന വിഡ്ഢിത്തരമായിരിക്കാം, നമുക്ക് യോജിക്കാൻ പറ്റാത്തതുണ്ടായിരിക്കാം, അതൊരു പുതിയ ശീലമായിരുന്നു. എന്തിനാണ്? തന്നെ എളുപ്പപ്പെടാനാണ്. നമ്മളിങ്ങനെ കയറിയിട്ടുള്ള നമ്മുടെ സ്വാഭാവിക രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് എന്താ അങ്ങനെയല്ലേ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ അതെ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം നിൽക്കാൻ. അവിടെ നമുക്ക് അഭിപ്രായം ഉണ്ടാവും, നമ്മൾ അഭിപ്രായം അറിയുന്നില്ല. കാരണം അവിടെ അഭിപ്രായം പറഞ്ഞ ആള് കളിക്കുന്ന സ്വഭാവം നമുക്കുണ്ടായിരുന്നു. മാറ്റുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു, ഒരു പരിചയമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കുന്നു, ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് അറിവുള്ള കാര്യങ്ങൾ പോലും പറയാതിരിക്കൽ. എന്തിനാ? ഞാൻ അറിവുണ്ടെന്ന് കാണിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? പലപ്പോഴും ഉണ്ടാകുന്ന കുഴപ്പം തന്നെ ഒരു വേദികളിലൊക്കെ പോയിട്ട് അവിടങ്ങളിൽ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് അതൊന്നും സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ വലിയ ശക്തി പ്രവർത്തിക്കേണ്ട ഒരിടം കൂടിയാണ് അവിടങ്ങളിലൊക്കെ. നമുക്ക് കൃത്യമായി നമ്മളെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ പറയേണ്ട സ്ഥലങ്ങളിൽ മാത്രം പറയേണ്ട കാര്യങ്ങൾ പറയുക. നമ്മൾ ആവശ്യമുള്ള നമ്മൾ പറയില്ല, ആവശ്യമുള്ളിടത്ത് വിശക്കുന്നവന് അന്നം കൊടുക്കണം എന്ന് പറയണ പോലെ ആവശ്യമുള്ളിടത്ത് മാത്രം നമ്മുടെ കാര്യങ്ങൾ കൊടുക്കുക. അല്ലാത്ത ഇടങ്ങളിൽ അവർ പുച്ഛത്തോടു കൂടിയല്ല, അത് അവരുടെ ഓരോ അറിവുകളാണ്. പല രീതിയിലുള്ള മനുഷ്യരുണ്ട്, അവരവരുടെ അറിവുകൾ അത് അൾട്ടിമേറ്റ് ആണെന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. നമ്മളവരെ പുച്ഛിച്ചുകൊണ്ടോ അവരെ കളിയാക്കിയത് കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർ നമ്മളെ തിരിച്ച് കളിയാക്കിയിട്ടുണ്ടാവും, അത്ര സംഭവിക്കുന്നുള്ളൂ. കാരണം അവരവരുടെ മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാക്കന്മാരായിട്ട് അവർ വസിക്കുന്നു. അവർക്ക് പുറം ലോകത്തെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് നമ്മുടെ അറിവ് പറഞ്ഞുകൊണ്ട് അവരുടെ മുകളിൽ ഒഴുകാം എന്നുള്ള തീരുമാനം മാറ്റി തീർക്കുക. ഇത് എല്ലായിടങ്ങളിലും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങുകളിൽ സ്ഥിരം സ്വഭാവമായിരുന്നു ഇതൊക്കെ. അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ലളിതമായിട്ട് ഈ പ്രോഗ്രാമിനെ സമീപിക്കാനും ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടി കുടിക്കാതിരിക്കാൻ എങ്ങനെ ലളിതമായി സമീപിക്കണമെന്ന കാര്യമാണ്. അതാണുള്ളൂ, അത് തന്നെയാണ് എനിക്ക് പറയേണ്ടതുള്ളൂ. ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് കൊണ്ടുപോയത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, വളരെ ലളിതമായ രീതിയിൽ അതിനെയൊക്കെ സമീപിക്കാനായിട്ട് ഇന്ന് ഈ പ്രോഗ്രാം വളരെയധികം നമ്മളെ ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പറയും തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.